ഈ FIIs കാര്യങ്ങളൊക്കെ തന്നെ പറയുന്ന സമയത്ത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്ഥിരമായിട്ട് ബൈയിങ് നടത്തുമ്പോൾ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സൈൻ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. ബട്ട് FIIs കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫാക്ട്സ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ പരിശോധിക്കുന്ന സമയത്ത് FII ബൈയിങ് നടത്തുന്ന സമയത്ത് മാർക്കറ്റ് ഈസ് മേക്കിംഗ് കംബാക്ക് എന്ന് നമ്മൾ പറയുമ്പോഴും ഈ ഒരു ക്രൈറ്റീരിയ മാത്രം മതിയോ മാർക്കറ്റിനെ അളക്കാൻ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം അവിടെ നിലനിൽക്കുന്നത്. കാരണം പല ബ്രോക്കറേജുകളും FII ബൈയിങ്ങിനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടുകൊണ്ട് വ്യൂസ് നൽകുന്ന സമയത്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ബ്രോക്കറേജ് ആയിട്ടുള്ള JP Morgan തന്നെ ജസ്റ്റ് 1 ഡേ ഡിഫറൻസിൽ എൻറ്റയർലി 2 ഡിഫറെന്റ് ആർട്ടിക്കിൾസ് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 1 ഡേ കൊണ്ട് മാർക്കറ്റിനെ കുറിച്ചുള്ള വ്യൂ തന്നെ മാറി മറിയുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ആർട്ടിക്കിൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഒരു ദിവസം May 14th നൽകിയ ഒരു ആർട്ടിക്കിളിന്റെ നേരെ ഓപ്പോസിറ്റ് വ്യൂ ആണ് തൊട്ട് പിന്നത്തെ ദിവസം നൽകിയിരിക്കുന്നത്. അതായത് ഈ ഒരു 2 ഡേറ്റ്സിലും സൂചിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഒറ്റ ദിവസം കൊണ്ട് ബ്രോക്കറേജിന്റെ വ്യൂ മാറി മറിയുന്നു എന്നുള്ളതാണ്. ഈ FII ബൈയിങ് കൊണ്ട് മാത്രം മാർക്കറ്റിന്റെ ട്രെൻഡ് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധാരണ കംപ്ലീറ്റ്ലി പൊളിച്ചെഴുതുന്ന ഒരു രീതിയല്ലേ ഇത് വിലയിരുത്തുന്നത്? ജാസ്മിൻ, ഇതിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം നമ്മുടെ മൈഫിന്റെ റിസർച്ച് ടീമിനെയാണ്. അതായത് കേദാർ പ്രഭുവും റമീസും നമ്മുടെ പ്രൊഡ്യൂസറായ അഭിജിത്തും കൂടെ ചേർന്ന് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് വളരെ അപ്രിസിയേഷൻ ആവശ്യമുള്ളതാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 99% ഇൻവെസ്റ്റേഴ്സും വിചാരിക്കുന്നത് വളരെ ഈ FIIs ചെയ്യുന്നതൊക്കെ ഹോളി ഗ്രെയിലിനാണ്. ഇപ്പൊ നമുക്ക് വരുന്ന ചോദ്യങ്ങൾക്കും നമുക്ക് വരുന്ന ക്വറീസിലും ചോദിക്കുന്നത് FIIs സെല് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യൻ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കുന്നത് ആദ്യം ഇന്ത്യൻ പ്രൊമോട്ടറാണ്, രണ്ടാമത് ഇന്ത്യൻ റീറ്റെയിലേഴ്സ് ആണ്. കാര്യം ആ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളാണ്. ഇപ്പൊ ഒരു കോൾഗേറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂണിലിവറിന്റെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗോദ്രേജിന്റെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളാണ്. നമുക്കറിയാം ഈ മാസം സെയിൽസ് ഉണ്ടോ ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത്. നമ്മുടെ അത്രയും വിവരമൊന്നും ഈ FIIsന് ഇല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഈ FIIs ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു ഹോളി ഗ്രേയിലായിട്ട് എടുക്കരുത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയും, ഓരോരുത്തർ ചോദിക്കുന്നത് FIIs സെല് ചെയ്താൽ എന്താവും? FIIs സെല് ചെയ്താൽ വേറെ ആരെങ്കിലും മേടിക്കും. ഒരു ട്രേഡ് നടക്കണമെങ്കിൽ ഒരാൾ സെല് ചെയ്താൽ വേറെ ആരും മറ്റൊരാൾ മേടിക്കണം. ഇത് രണ്ടും കൂടെ നെഗോഷിയേറ്റ് ചെയ്താൽ മാത്രമേ ഒരു ട്രാൻസാക്ഷൻ നടത്തുള്ളൂ. നമ്മൾ ഈ സെല് ചെയ്യണത് മാത്രം കണ്ട് പേടിക്കരുത്, ആരാണ് മേടിക്കുന്നത് എന്നാണ്. ഇപ്പൊ നമ്മുടെ പാനിക് ആയിട്ട് മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് അയ്യോ ആരൊക്കെയോ സെല് ചെയ്യുന്നു. ശരിയാണ്, ആരൊക്കെയോ സെല് ചെയ്യുന്നു. ആരൊക്കെയാണ് സെല് ചെയ്യുന്നത്? ഇംപേഷ്യന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്. ബട്ട് ആരൊക്കെയോ ബൈ ചെയ്യുന്നുണ്ട്. ആരാണത്? സ്മാർട്ട് ആയിട്ടുള്ളതും പേഷ്യന്റ് ആയിട്ടുള്ളതും കോമൺ സെൻസ് ഉള്ള ഇൻവെസ്റ്റർ ആണ് ബൈ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഒരു എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് വീഴുമ്പോൾ ഒരു സെല്ലറിന് എപ്പോഴും ഒരു ബയർ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മറക്കരുത് എന്നുള്ളതാണ്. അവിടെയൊക്കെയാണ് ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ സ്മാർട്ട്നെസ് വരേണ്ടത്. ഇപ്പൊ നമ്മൾ നമ്മുടെ പ്രേക്ഷകരെ മുന്നിൽ അവതരിപ്പിച്ചു. May 14 JP Morgan പറഞ്ഞത് എന്താ? സ്റ്റോക്ക് മാർക്കറ്റ് ഹാസ് എസ്കേപ്ഡ് എ ബ്ലാക്ക് ഹോൾ ആൻഡ് ഹാസ് അപ്സൈഡ് ഫ്രം ഹിയർ. അതായത് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റാൻഡാണ് May 14 May 15 ആയപ്പോ നേരെ ഉൾട്ടയായി എന്നുള്ള എന്താ പറഞ്ഞത്? വൈ ദ മാർക്കറ്റ് കംബാക്ക് മേ ഹാവ് റൺ ഔട്ട് ഓഫ് സ്റ്റീം. അതേ JP Morganൽ ഒരു അനലിസ്റ്റ് പറഞ്ഞാണ്. അതായത് 2 കോൺഫ്ലിക്റ്റിംഗ് റിപ്പോർട്ട്സ്. അതായത് എന്റെ 30 കൊല്ലത്തെ, അതായത് 25 തൊട്ട് 30 കൊല്ലമായി ഞാൻ മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ട് തുടങ്ങി. ഫണ്ട് മാനേജ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്തത്. അതിലുപരി ഞാനൊരു ഇൻവെസ്റ്ററും കൂടെയാണ്. ഈ മലക്കം മറിച്ചിലും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും റിപ്പോർട്ടുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതായത് മോർഗൻ സ്റ്റാൻലി, HSBC, മക്വയറെ, CLSA, ക്രെഡിറ്റ് സ്വിസ്, ജെഫ്രീസ്, ബാങ്ക് ഓഫ് അമേരിക്ക, സിറ്റി ഗ്രൂപ്പ്, ഇവരെയൊക്കെ റിപ്പോർട്ട് ആണെന്നറിയോ? റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു സ്റ്റോക്കിനെ കുറിച്ച് ബൈ കൊടുക്കുമ്പോൾ തന്നെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് അവർ സെല്ലാണ് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ ഇവർക്കുണ്ട് എന്നുള്ളതാണ്. മോർഗൻ സ്റ്റാൻലി പറയുന്ന FIIs ഈസ് ജസ്റ്റ് അനദർ പേഴ്സൺ, അനദർ ബിസിനസ് ഓർഗനൈസേഷൻ. അല്ലാണ്ട് അവർക്ക് ഇൻവെസ്റ്ററിനോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല എന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞു വെക്കണം. ജനങ്ങൾ ഇത് മനസ്സിലാക്കണം. ഈ ഇൻവെസ്റ്റേഴ്സ്, അതായത് FIIsന്റെ സെല്ലിങ്ങിനെയോ ബൈയിങ്ങിനെ ആസ്പദമാക്കി നിങ്ങളുടെ ഡിസിഷൻസിന് നിങ്ങൾ സ്ക്വീ ചെയ്യാതിരിക്കുക. നിങ്ങളുടേതായ കോമൺ സെൻസിൽ നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ തിരഞ്ഞെടുത്ത് അതിനൊരു ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് വരുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റിയാണ്. അതിന് FIIയുടെ ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കും. അതെ, തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യങ്ങളാണ്, മാർക്കറ്റിന് വലിയ കറക്ഷൻ സംഭവിച്ച സമയത്ത് FII മേടിക്കുന്നുണ്ട്, FII ബൈ ചെയ്യുന്നുണ്ട്, അതൊരു പോസിറ്റീവ് സൈൻ അല്ലേ എന്നുള്ള രീതിയിലേക്ക് പലരും ചിന്തിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഏറ്റവും നന്നായിട്ട് സർ പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്പനിയെ കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചും അറിയുന്നത് അതിന്റെ പ്രൊമോട്ടർക്ക് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ കൂടി കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വേണം മാത്രം നിങ്ങളുടെ നിക്ഷേപങ്ങൾ നടത്താൻ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തുകയാണ്.